കല്യാണം കഴിഞ്ഞിട്ട് 12 വർഷമായി, 11 മക്കള്. ഒരു വർഷം ശ്രമിച്ചാൽ അല്ലേ ഒരു ഡസൻ തയ്ക്കാം. അല്ല ഇതെന്താ ഇങ്ങനെ ഇത് എന്താണ് ഇങ്ങനെ ഈ പിള്ളേർ? അത് ഇങ്ങനെയൊക്കെ എന്ന് പറഞ്ഞാൽ ചേട്ടാ ദൈവം തരുന്നതല്ലേ, അപ്പൊ ഞങ്ങള് കൈ നീട്ടി വാങ്ങിച്ചു, അത്രേ ഉള്ളു. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങള് ഇത് നിയന്ത്രിക്കാൻ വേണ്ടിട്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാ. ഇംഗ്ലീഷ് നോക്കി, ആയുർവേദം നോക്കി, ഹോമിയോ നോക്കി, യുനാനി നോക്കി, പക്ഷെ ഒന്നും ശരി. ഫലം ഇത്ര നോക്കിട്ട് ഒന്നും പറ്റില്ലേ? ഇല്ല. എന്തൊക്കെ നോക്കിട്ടെന്താ ഇതൊക്കെ നോക്കിട്ട് വീട്ടിലോട്ട് വന്ന് ഇവിടെ മുഖത്തോട്ട് നോക്കും. നിക്കുന്നു. ഒന്നുമില്ല കേട്ടോ, ഒന്നുമില്ല. അച്ഛനെ ഒരു കളി പറഞ്ഞു. പിന്നെ ഞങ്ങൾ വേറൊരു പരിപാടി നോക്കിയായിരുന്നു. അപ്പൊ അതിനു വേണ്ടി നമ്മള് സിലോപ്പിയൻ ട്യൂബ് ക്ലിപ്പ് ഇട്ടു. പിന്നെ എങ്ങനെ സംഭവിക്കുന്നത്? ട്യൂബ് അതിനകത്ത് ക്ലിപ്പ് ഇട്ടു, അതും കൂടിയായി പൊളിഞ്ഞു. ആ സംഭവം പൊളിഞ്ഞു പോയി. നന്നായി. ആ ട്യൂബിന്റെ പേര് പോലും അറിയത്തില്ല. നമ്മൾ MBBS ഒന്നും പഠിച്ചിട്ടില്ലല്ലോ. അങ്ങനെ ഇവിടെ പറയുന്ന കേട്ട, അങ്ങനെ ഞാൻ ആ ചെവിത്തടമ്പ് വെച്ച് പറഞ്ഞതാണ്. അവര് കളിച്ചോ പിള്ളേരല്ലേ. മാർച്ച് കാണുമോ പിള്ളേർ? മാർച്ച് മാർച്ചോ? മാർച്ചിലാണ് എന്റെ ജനനം. ഓ ശരി. അപ്പൊ ബാക്കിയുള്ള കുട്ടികളുടെ പിള്ളേരുടെ ജനുവരി, ഫെബ്രുവരി, അങ്ങനെ മാസം. ഓ എല്ലാ മാസം അങ്ങനെ 11 മാസമായി. ഞങ്ങൾക്ക് പേരൊന്നിടാറില്ല, ഓരോരോ മാസങ്ങളാ വിളിക്കാറ്. അപ്പൊ ഫെബ്രുവരിയിൽ ഉണ്ടായിരുന്നത് അവനെന്ന് കാണിച്ചേ. ഫെബ്രുവരി ഫെബ്രുവരി ഓടി ഫെബ്രുവരി. അതുകൊണ്ട് തെറ്റിപ്പോകത്തില്ല, കറക്റ്റ് ആയിട്ട് ഓടി വന്നോളും. അതിനൊരു പേരൊക്കെ ഇടാറുണ്ട്. ഫെബ്രുവരി പേരേ ഉള്ളൂ, ഭയങ്കര കുരുന്നകരിയാണ്. അല്ല എന്നാലും അവർക്കൊരു ഐഡന്റിറ്റി വേണം, ഒരു പേരൊക്കെ ഇടണ്ടേ ശരിക്കും. യുണീക് നെയിംസും. പോയി കളിച്ച അല്ല ശരിക്കും ഇതെന്താ സംഭവിച്ചത്? എന്താണ് എനിക്ക് സംഭവിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാറേ, സത്യം പറഞ്ഞ അറം പറ്റിയതാണ്. അറം പറ്റിയതാണ്, അല്ലാതെ ഇതിങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ഞങ്ങള് ഹണിമൂണിന് ഒരു സ്ഥലത്ത് പോയി. ആ സ്ഥലപ്പേര് കേട്ടാൽ നിങ്ങൾ തന്നെ പറയും ഇത് അറം പറ്റിയതാണെന്ന്. സ്ഥലപ്പേരെന്ന് പറഞ്ഞു? പെറു. ഞങ്ങള് അവിടുന്ന് തിരിച്ചു വന്നിട്ട് ഞങ്ങള് സീരിയസ് ആയിട്ട് പറയാം. ഞങ്ങള് ഹണിമൂണിന് പെറുവിന് പോയി. പെറുവിൽ നിന്ന് തിരിച്ചിവിടെ വന്നപ്പോൾ ഇവള് ചറ പറ പെറുവാ. എനിക്ക് ഒരു റെസ്റ്റും കിട്ടിയിട്ടില്ല. പിന്നെ അല്ല പക്ഷെ ചെയ്യുമല്ലേ? അതെ, നിങ്ങൾക്കൊന്ന് മാറി നോക്കിക്കൂടായിരുന്നു? ഞാനെന്തിനാ എന്റെ ഭാര്യ മാറി നിന്ന് നോക്കുന്നേ? അയ്യോ അങ്ങനെയല്ലേ ചേട്ടാ. അല്ലല്ല, അത് നിൽക്കട്ടെ. ഞാൻ എന്തിനാണ് എന്റെ ഭാര്യ മാറി നിന്ന് അല്ല, നോക്കുന്നത്? അതെന്തിനാ അങ്ങനെ അപ്പൊ പറയുന്നത്? താങ്കൾക്ക് ഞാൻ മാറി നിന്ന് നോക്കുന്ന സമയത്ത് അടുത്ത് വന്ന് നോക്കാനാണ്. എന്നെ അങ്ങനെ കാണരുത് കേട്ടോ ചേട്ടാ. ശരിയായില്ല സംസാരിച്ചത്. ഇത് ചേച്ചി ഒരു മിനിറ്റ് അങ്ങനെയല്ല ഞങ്ങൾ ഉദ്ദേശിച്ചത്. ഇത്രയും മക്കളെ പ്രസവിച്ചത് പറഞ്ഞ് ഇങ്ങനെയൊക്കെ പറയാവോ? ഒരു മിനിറ്റ് നിങ്ങൾ വീട്ടിൽ നിന്ന് ഒന്ന് മാറി നിന്ന് നോക്കിക്കൂടായിരുന്നു. അയ്യോ, അതായിരുന്നു ഉദ്ദേശിച്ചത്. അതും ചെയ്തു. ജൂൺ ജൂലൈ മാസത്തിൽ റോജാപ്പൂക്കൾ കളി അവിടെ കേട്ടോ, അങ്ങോട്ടേക്ക് വരില്ല. ഏപ്രിൽ അടി. അങ്ങനെ അപ്പൊ ഞങ്ങളൊന്ന് മാറി നിന്നു. ഞാനൊന്ന് മാറി നിന്നു. ഞാൻ ഡൽഹിക്ക് വണ്ടി കയറി. ഡൽഹിക്ക് പോയോ? ഡൽഹിക്ക് പോയപ്പോ 9 മാസം കഴിഞ്ഞപ്പോ അവളൊരു വിളി, ചേട്ടാ സക്സസ്. അതെങ്ങനെ മാറി നിൽക്കുമ്പോ? അതല്ലേ അതിന്റെ കോമഡി. ഞാൻ പറഞ്ഞു, ഞാൻ ഡൽഹിക്ക് ഇറങ്ങിയില്ലേ, ബസ് സ്റ്റോപ്പിൽ ചെന്നപ്പോഴാണ് ഞാൻ നോക്കിയപ്പോ ഫോണിൽ ചാർജ് ഇല്ല. ചാർജ് ചെയ്യാന്ന് വെച്ചെടുത്തപ്പോ ചാർജർ എടുത്തില്ല. പിന്നെ ഞാൻ ഒരു ഓട്ടോ വിളിച്ച് വീട്ടിൽ വന്നു. ഒരു 1 മണിക്കൂർ കുത്തിയിട്ടു. അതിനുശേഷമാണ് ഞാൻ പിന്നെ ഡൽഹിക്ക് പോയത്. ഇതെന്താണ് നമ്മൾ ഓരോ കാര്യങ്ങൾ ഞങ്ങളുടെ ജീവിതമായി പറയുന്നത്. നിങ്ങളിങ്ങനെ ചിരിക്കരുത് അല്ലേ? എത്ര മിനിറ്റാ കുത്തിയിട്ട്? അരമണിക്കൂർ കുത്തിയിട്ട് ചേട്ടന് ഉടനെ തന്നെ ചാർജർ മറക്കാതെ എടുത്തോണ്ട് പോവുകയും 9 മാസം ഇവിടെ വന്നപ്പോ ഇരട്ട കുട്ടി എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു. അരമണിക്കൂർ കൊണ്ട്. എന്റെ അമ്മേ, ഈ ജൂൺ ജൂലൈ അതിപ്പോ ചേട്ടൻ പോയതുകൊണ്ടാ. ഇതിന് തിരിച്ചു ഒന്ന് ചിന്തിച്ചു നോക്കേ. ചേട്ടൻ വീട്ടിൽ നിന്നിട്ട് ചേച്ചി ദൂരത്തോട്ട് പോയി. അയ്യോ അങ്ങനെ നോക്കി. അത് നോക്കിയതല്ലേ? അതിനെ നോക്കിയോ? പിന്നെ നോക്കി. അതും നോക്കി. നവംബർ
ഇനി ഒരു സ്ഥലത്ത് കൊണ്ടുപോകത്തില്ല എല്ലാരും അടങ്ങി നിന്നില്ലെങ്കിൽ അവിടെ ഇരിക്കും എല്ലാരും അവിടെ ഇരിക്കും ആ ഒരു ഡിസംബർ 2 വീക്ക് ഡിസംബർ 2 വീക്ക് ഡിസംബർ 2 week. അച്ഛന് ഭയങ്കര പേടിയാ ഇത് അവരിച്ചിരി വെള്ളം കുടിച്ചോട്ടെ കേട്ടോ. വീട് മുഴുവൻ കലണ്ടർ അല്ലേ? അല്ല ഞാനും ചേട്ടനെ വീട്ടിൽ നിർത്തിയിട്ട് ഞാൻ എന്റെ ഒരു കൂട്ടുകാരുടെ വീട്ടിലേക്ക് പോയി ചെന്നൈക്ക്. അപ്പൊ അവിടെ ചെന്നപ്പോഴാണ് ഞാൻ ചേട്ടന്റെ ചാർജർ മറന്നെടുത്തോണ്ട് എന്റെ ചാർജർ എടുത്തോണ്ട് പോയി. അത് ശരി. പിന്നെ ചേട്ടൻ ആ ചാർജർ വാങ്ങിക്കാൻ വേണ്ടിട്ട് ചെന്നൈക്ക് വന്നു. വീണ്ടും അരമണിക്കൂർ ചാർജ് അപ്പൊ അത്രയും യാത്രയുണ്ട്. ചാർജർ മൊബൈൽ ചാർജ് നിങ്ങൾക്ക് ഇത് എന്താണ് പരിപാടി? ചാർജർ പറക്കുക, കുത്തിയിടുക, ഇത് അത്യാവശ്യമായിട്ട് ഒരു പവർ ബാങ്ക് മേടിക്കണം. അല്ലെങ്കിൽ നിങ്ങൾ ആ മൊബൈലൊക്കെ കളാം, ഉപേക്ഷിക്ക്. പവർ ബാങ്ക് അല്ല പവർ ബാങ്ക് വാങ്ങിക്കാൻ ഞാൻ വിചാരിച്ചു ചാർജർ ചോദിക്കാൻ പോയതാണ്. അവര് പറഞ്ഞു അയ്യോ എന്റെ അമ്മ ഇങ്ങനത്തെ കഥകളൊക്കെയാണല്ലോ. അതെ. ആ, ഇപ്പം മനസ്സിലായി, ഇത് അവസാനം ഇപ്പൊ എന്താണ് അവസാന തീരുമാനം? എന്താണ് ഇപ്പൊ ഇവിടെ വന്നെന്ന് വെച്ചാ കാര്യം എന്നങ്ങ് മനസ്സിലായി. എന്താ കാര്യം? ഇപ്പൊ ഞങ്ങൾ ഇവിടെ വന്നത് എന്താന്ന് വെച്ചാല് അപ്പൊ ഞങ്ങൾക്ക് ഒരുപാട് കുട്ടികളുണ്ടല്ലോ. അത് എന്നുവെച്ചാ അതിന് ഒരു ഞങ്ങൾക്കൊരു parent- കഴിവുണ്ട്. അതെ, ഒരു പാരന്റ്സിന് ഇങ്ങനെ വരത്തില്ലല്ലോ. വർഷം കറക്റ്റ് ആയിട്ട് അങ്ങനെ വരുന്നത് ഭയങ്കര റെയർ അല്ലേ? അതെ. അപ്പൊ ഈ വിഷയം വെച്ചിട്ട് ഞങ്ങൾക്ക് ഗിന്നസ് ബുക്കിൽ ഒന്ന് കയറിയാ കൊള്ളാവുന്ന ഒരു ആഗ്രഹം. അതെ. അപ്പൊ പത്തിച്ചേട്ടനാകുമ്പോഴത്തേക്ക് അത് അറിയാലോ. അതെ അതെ അതെ. അപ്പൊ അതിനകത്ത് ചെന്ന് എത്തിപ്പെടാൻ നമുക്ക് എന്തൊക്കെയാണ് അതിന്റെ ഫോർമാലിറ്റി ഒക്കെ ഒന്ന് അറിയാൻ അല്ല, വേണ്ടി. വർഷാവർഷം കുട്ടികൾ ഉണ്ടാക്കിയ ഗിന്നസ് ബുക്കിൽ കയറാവെന്നുള്ളത് ആ ഒരു കാറ്റഗറി ഉണ്ടോന്ന് എനിക്ക് അറിയില്ല. പക്ഷെ എന്തെങ്കിലും സാഹസികത ഇതിനേക്കാൾ കൂടുതൽ കാണിക്കുന്നവർക്കാണ്. ഇതിനൊക്കെ കൂടുതൽ എന്ത് സാഹചര്യം? അല്ല, ഇതിപ്പോ എന്താ പറയാ, എത്ര പേരായി? 11 പേരായി. 11. ആ, ഇത് കൂടുതൽ എനിക്ക് തോന്നുന്നത് മറ്റു രാജ്യങ്ങളിലുണ്ടോന്ന് അറിയാം. നമ്മൾ നോക്കണം അത്. അതാണ് പക്ഷെ നിങ്ങൾക്ക് ഈ മൊബൈൽ ചാർജറിന്റെ ആ ഒരു ഇതുള്ളതുകൊണ്ട് നിങ്ങള് എന്തായാലും ഒന്ന് വ്യത്യസ്തമായ ഒരു രീതിയിൽ പരിഗണിക്കാം. വ്യത്യസ്തമായ ഒരു രീതിയിൽ വേണേ നമുക്കത് പരിഗണിക്കാവുന്നേ ഉള്ളൂ. അങ്ങനെ അത് ശരിക്കും പറഞ്ഞാൽ അത് ഒരു എന്താ ശാസ്ത്ര വിഷയമായിട്ട് മാറ്റേണ്ടി വരും അത്. പക്ഷെ എനിക്ക് തോന്നുന്നു ഈ ചാർജർ ഗിന്നസ് ബുക്കിൽ കയറാൻ ചാൻസ് ഉണ്ട്. ഞാൻ തമാശ പറഞ്ഞ അതെ, ഗ്യാസിന്റെ അത് ഇവിടെ കിടന്ന് ചിരിച്ചില്ലേ കൊറേ. ഒന്ന് തടവി കൂടെ ഗ്യാസിന്റെ അല്ല. ഇത് ജൂലൈയിലേക്കുള്ള ഒരു ലക്ഷണമാണ്. ഇത് അത് തന്നെയാ കൺഫേം. തന്നെയാണ്. 12ാമത്തതാ. 12ാമത്തെ കൺഫേം. ഓക്കെയാണ്. അത് ഉറപ്പാണ്. ഇത് അതാണ് ഗ്യാസിന്റെ അല്ല. ദൈവം. അപ്പൊ ഇതൊന്ന് കൺഫേം ചെയ്തിട്ട് വരാം. എന്നിട്ട് പോരെ ഗിന്നസ് ബുക്കില്. അല്ല, അപ്പോഴേ ഇതിന്റെ കാര്യത്തിലൊരു തീരുമാനമായിട്ട് ഇത് എവിടെ ചെന്ന് അവസാനിക്കുമെന്നൊന്ന് അറിഞ്ഞിട്ട് നമുക്ക് ഗിന്നസ് ബുക്കിൽ അപ്ലൈ ചെയ്യുന്നതല്ലേ നല്ലത്. അതാ നല്ലത്. കാരണം നിങ്ങൾക്ക് ഇത്രയും കഴിവുണ്ടെന്ന് ഞാൻ വിചാരിച്ചില്ല. അതുകൊണ്ടാ ഇതിങ്ങനെ പോവുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ലൊരു എണ്ണം തയ്ക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നത്. ശരി സാർ, അപ്പൊ അങ്ങനെ ചെയ്തിട്ട് ഞങ്ങൾ വരാം. അതായിരിക്കും നല്ലത്. ജൂൺ ജൂലൈ പോകുന്നതിന് മുമ്പ് ആ മാസങ്ങളൊക്കെ ഒന്ന് വിളിക്കോ. ജൂലൈ ഓഗസ്റ്റ് എല്ലാരും വാ. ഒരുമിച്ച് ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയാ. വാ നിന്നോ. എല്ലാരും ഉണ്ടല്ലോ. എന്തായാലും നല്ല ബ്ലെസ്ഡ് ഫാമിലിയാണ്. നിങ്ങൾ എന്നും ഇങ്ങനെ തന്നെ മുന്നോട്ടേക്ക് അടിപൊളിയായിട്ട് പോട്ടെ. ഞങ്ങളുടെ എല്ലാവിധ പ്രാർത്ഥനയും ഐശ്വര്യം ഒക്കെ നിങ്ങൾക്ക് ഉണ്ടാവട്ടെ. താങ്ക് യു.